വിട പറയുന്ന 2016, കടന്നു വരുന്ന 2017. ഇംഗ്ലണ്ടുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാജ്ഞിയായിരുന്നു എലിസബത്ത് രാജ്ഞി. 25-ാമത്തെ വയസ്സിൽ ഇംഗ്ലണ്ടിന്റെ ഭരണാധികാരിയായിട്ട് ചുമതലയേൽക്കുന്നവര് വലിയൊരു സമ്പൽ സമൃദ്ധിയിലേക്ക് ഇംഗ്ലണ്ടിനെ നയിച്ചു. എന്നാൽ അവരിതിന്റെ മരണത്തോടടുക്കുന്നതായ ആ സമയം അവര് പറയുകയാണ്, എൻ്റെ ആയുസ് ഒരല്പം കൂടി നീട്ടിക്കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ അതിഭീമമായ സമ്പത്ത് മുഴുവന് അതിനുവേണ്ടി ഞാൻ കൊടുക്കുവാനായിട്ട് തയ്യാറാകാമായിരുന്നു. കുറേയേറെ കാര്യങ്ങളിലൂടെ അവർക്ക് ചെയ്യാനുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അവർ അർത്ഥമാക്കിയത്. മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ മാത്രമാണ് സമയത്തിന്റെ വിലയെക്കുറിച്ച് അവർക്ക് മനസ്സിലായത്. 2016 നാം തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒത്തിരിയേറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, പദ്ധതികൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ വർഷം അവസാനിക്കുന്ന ഈ സമയത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് നിരാശയായി ഉണ്ടാകും. ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടാനായിട്ട് സാധിക്കുവാൻ അവസരങ്ങളുണ്ടാകും. പ്ലാൻ ചെയ്ത പല പദ്ധതികളും ഫലമണിയാതെ പോയിട്ടുണ്ടാകും. വീണ്ടും ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ വീണ്ടും നമ്മൾ പുതിയ പുതിയ പദ്ധതികളൊക്കെ ഇടുകയാണ്. പക്ഷേ സമയത്തിന്റെ വിലയെ അറിയുവാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ സമയത്തെ നമുക്ക് വിനിയോഗിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇന്നലകള് നമ്മളിൽ നിന്നും കടന്നുപോയി. നാളുകൾ നമുക്ക് ലഭിക്കുമെന്ന് നമുക്കറിയില്ല. നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ആ ഒന്ന് എന്നുള്ളത് ഇന്ന് മാത്രമാണ്. ഇന്നിനെ, ഈശ്വരൻ എനിക്ക് നൽകിയിരിക്കുന്ന ആ ഇന്നിനെ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ വിനിയോഗിക്കാനുമായിട്ട് പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. ഞാനും നിങ്ങളും ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഈ ഭൂമിയിൽ ഇനി ജീവിക്കുക, നമ്മുടെ ആയുസ്സിന്റെ ഓരോ നിമിഷങ്ങളും ഇവിടെ നമ്മൾ വിനിയോഗിക്കുമ്പോൾ കുടുംബത്തില്, സമൂഹത്തില്, ജോലിസ്ഥലത്ത്, ആരാധനാലയങ്ങളില് നാം ഇടപെടുന്നതായ സമസ്ത മേഖലകളിലും എന്താണോ എന്നെക്കുറിച്ച് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് അത് ചെയ്യുവാനായിട്ട്, കൃത്യമായിട്ട് ചെയ്യുവാനായിട്ട് ഈ പുതുവർഷത്തിൽ നമുക്ക് സാധിക്കണം. അതോടൊപ്പം കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മളിലുണ്ടായ തിന്മയുടേതായ പല മേഖലകൾ കാണും. മറ്റുള്ളവർ നമ്മളെ അകറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ സമൂഹത്തോട് നമ്മളെ ചേർത്ത് നിർത്താൻ സാധിക്കാത്തതായ ചില ദുശ്ശീലങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ളതായ പാപത്തിൻ്റെതായ, തിന്മയുടേതായ എല്ലാ നൂലാമാലകളെയും നമ്മൾ ഈ 2016 കുഴിച്ചു മൂടിക്കൊണ്ട് ഒരു പുതിയ ജീവിതം കരുപ്പിടിപ്പിക്കാനായിട്ട് ഈ പുതുവർഷം നമുക്ക് സാധിക്കണം. സമയത്തെ ഏറ്റവും നല്ലതായിട്ട് വിനിയോഗിച്ചുകൊണ്ട് എൻ്റെ ജീവിതം എനിക്ക് എത്രത്തോളം സംതൃപ്തി തരുന്ന ഒന്നാക്കി മാറ്റാനായിട്ട് സാധിക്കും, അതിനുവേണ്ടി ഞാൻ കഠിനമായിട്ട് പരിശ്രമിക്കുക. അതേസമയം മറ്റൊരു വ്യക്തിക്ക് എൻ്റെ ജീവിതം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ ജീവിക്കാനായിട്ട് ഞാൻ തയ്യാറാകുക. അതോടൊപ്പം മറ്റൊരു വ്യക്തിക്ക് സഹായകരമായി എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കുമോ അത് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംതൃപ്തി ഉണ്ടാകും. ഒരു വലിയ ധനാഢ്യനായിട്ട് മാറാൻ സാധിച്ചില്ല എന്ന് വരാം, വലിയ സ്ഥാനമാനങ്ങളോ വലിയ പദവികളോ നമ്മെ തേടിയെത്തി വരില്ല എന്നും വരാം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു സംതൃപ്തി ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ എലിസബത്ത് രാജ്ഞിയെ പോലെ പരിതപിക്കേണ്ട ഒരു ആവശ്യം നമുക്ക് വരികയില്ല. ഒരല്പം കൂടെ ആയുസ് നീട്ടിക്കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ വലിയ സമ്പത്തിന്റെ ഒരു ഭാഗം ഞാൻ കൊടുക്കാൻ തയ്യാറാവുമായിരുന്നുവെന്ന് രാജ്ഞി പറഞ്ഞാൽ പറയേണ്ടത് നമുക്ക് വരികയില്ല. ഇന്നത്തെ നമ്മുടെ ജീവിതം, ഇന്നലകളിലെ പരാജയങ്ങളെ, ബുദ്ധിമുട്ടുകളെ, പ്രയാസങ്ങളെ എല്ലാം നമ്മൾ ഈ 2016 തന്നെ ഒഴിച്ചു മൂടിക്കൊണ്ട് ഒരു പുതിയ വ്യക്തിയായിട്ട്, വ്യക്തിത്വമായിട്ട് നമ്മൾ മാറുകയാണ്, ദൈവത്തിൽ ആശ്രയിച്ചു. അങ്ങനെ സന്തോഷകരമായ ഒരു നവവർഷം, ഫലദായകമായ ഒരു നവവത്സരം, അനുഗ്രഹത്തിൻ്റെതായ ഒരു വർഷം നാനാജാതി മനസ്സരായ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ ആശംസിക്കുകയാണ്. സന്തോഷത്തോട് നമുക്ക് 2017 വരവേൽക്കാം. കുറേയേറെ മദ്യത്തിലും അല്ലെങ്കിൽ മറ്റ് തിന്മയിലും ആയിക്കൊണ്ട് ഒരു വർഷത്തിന്റെ അവസാനവും മറ്റൊരു വർഷത്തിന്റെ തുടക്കവും ആരംഭിക്കേണ്ടവരല്ല നമ്മൾ. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റപ്പെടേണ്ടതായ എല്ലാത്തിനെയും മാറ്റിക്കൊണ്ട് പുതിയതായിട്ട് എൻ്റെ ജീവിതത്തിൽ എന്താണ് ക്രമീകരണങ്ങൾ വരുത്തേണ്ടതെന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചുകൊണ്ട്
ഒരു ക്രമപ്പെടുത്തലോടുകൂടി, ചിട്ടപ്പെടുത്തലോടുകൂടി വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും തൊഴിൽ മേഖലയിലും ആധ്യാത്മിക മേഖലയിലും എൻ്റെ ജീവിതത്തിൽ എന്താണോ ഇനി പുതുക്കം പ്രാപിക്കേണ്ടതായ മേഖല അത് കണ്ടെത്തിക്കൊണ്ട് സന്തോഷത്തോടുകൂടി ഉണർവോടുകൂടി നമുക്ക് 2016 ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് 2017 വെൽക്കം ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നവവത്സര ആശംസ.